CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടുകളിൽ ED റെയ്ഡ് നടക്കുന്നു. റെയ്ഡ് പുരോഗമിക്കുകയാണ്. 12 ഇടങ്ങളിലാണ് EDയുടെ മിന്നൽ പരിശോധന. ED ഡെപ്യൂട്ടി ഡയറക്ടർ സിമിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ്. കേസിൽ അന്വേഷണം തുടരാൻ കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. വ്യാജ ചെലവുകളുടെ മറവിൽ CMRLൽ നിന്ന് കോടിക്കണക്കിന് രൂപ പ്രമുഖ വ്യക്തികളിലേക്ക് വകമാറ്റി എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. നിപുണയിൽ നിന്ന് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പണം നൽകിയിട്ടുണ്ടെന്നും കണ്ടെത്തൽ. മുൻ മന്ത്രിയും വീണയുടെ ഭർത്താവുമായ PA മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വസതിയിലും CMRL MD ശശിധരൻ കർത്തയുടെ വസതിയിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ വസതിക്ക് മുന്നിൽ നിന്നും രേഷ്മ ചേരുന്നു. രേഷ്മ, റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അവിടെയും പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ടോ? കർത്തയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ CPM? അനിൽനമ്പ്യാർ, EDയുടെ റെയ്ഡ് ഇപ്പോൾ ഏകദേശം 5 മണിക്കൂർ പിന്നിടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലാണ്. ശ്രീവത്സം എന്ന പേരായിട്ടുള്ള വീട്ടിലാണ്. ഇവിടെ 6:15 തന്നെ EDയുടെ ഉദ്യോഗസ്ഥരെത്തി റെയ്ഡ് ആരംഭിച്ചിരുന്നു. ശശിധരൻ കർത്ത ആശുപത്രിയിലാണെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. മകൻ ശരണസ് കർത്തയെ ED ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും CMRLും അതോടൊപ്പം തന്നെ വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പണയിടപാടുകൾ അത് സംബന്ധിച്ചുള്ള രേഖകളടക്കം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED ഈ റെയ്ഡുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. അതായത് ഈ മാസപ്പടി ഇടപാടിൽ EDയുടെ അന്വേഷണം തുടരാം, അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ്. അതിനുശേഷം തൊട്ട് പിന്നാലെ എല്ലാ നടപടികളും ഏറ്റവും വേഗത്തിലായിരുന്നു ED കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 10 ഇടങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നു. കൊച്ചിയിൽ CMRLന്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും അതോടൊപ്പം തന്നെ CMRLന്റെ തന്നെ ബന്ധമുള്ള സഹസ്ഥാപനമായ നിപുണയുടെ കളമശ്ശേരിയിലെ ഓഫീസിലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ തന്നെ ഉള്ള രേഖകൾ അത് ഏറ്റവും നിർണായകമാണ്. ഈ കേസിൽ ഏറ്റവും സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകളിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിന്റെ വിശദാംശങ്ങൾ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള മകൻ ശരണസ് കർത്തയിൽ നിന്നും വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ ED. ഈ ഒരു സംഭവത്തിന് ആധാരം എന്ന് പറയുന്നത് ഇപ്പോൾ EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് CMRLും അതോടൊപ്പം തന്നെ വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള പണമിടപാടുകൾ, ആ പണത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്, അതിന്റെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വേണം EDക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്ക് കടക്കാൻ. അതിന് തെളിവുകൾ ശേഖരിക്കണം. നേരത്തെ EDയുടെ അന്വേഷണം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CMRL ജീവനക്കാരും CMRL കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സമൻസ് സ്റ്റേ ചെയ്യണമെന്നും ECIR കോഷ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി താൽക്കാലികമായിട്ട് EDയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തതാണ്. അങ്ങനെ EDയുടെ നടപടികൾ, അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സുപ്രധാനമായിട്ട് EDയുടെ അന്വേഷണം തുടരാമെന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഏറ്റവും വേഗത്തിൽ തന്നെ ഈ അന്വേഷണം നേരത്തെ നിർത്തിവെച്ചിരുന്ന അല്ലെങ്കിൽ മന്ദഗതിയിലായ അന്വേഷണം വീണ്ടും ദ്രുതഗതിയിൽ ED ഉദ്യോഗസ്ഥർ ആക്കിയിട്ടുള്ളത്. എന്തായാലും ഇനി ഈ വിവരശേഖരണമാണ്. SFIO നൽകിയ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ SFIO നൽകിയ കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് CMRL കമ്പനി ഒരു സേവനങ്ങളും വാങ്ങിക്കാതെ നൽകി എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് 2 കോടിയിലധികം രൂപയാണ് വീണ കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു SFIOയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞത്. വീണ മാത്രമല്ല, പല രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും CMRL ഇങ്ങനെ മാസപ്പടി ഇനത്തിൽ പണം നൽകിയിരുന്നു. അതിന്റെ ഡയറി അടക്കം, അതിന്റെ മാസപ്പടി കുറിപ്പടി എഴുതിയിരുന്ന ഡയറി അടക്കം ഹാജരാക്കിയിരുന്നു SFIO. എന്തായാലും അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ ED പല തവണ CMRL ജീവനക്കാരെയും അതിന്റെ CFO ഉൾപ്പെടെയുള്ള ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള MD ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അന്ന് CFO ഉൾപ്പെടെയുള്ള ആളുകൾ അത് സ്ഥിരീകരിച്ചിരുന്നു. അതായത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തങ്ങൾ മാസപ്പടി ഇനത്തിൽ പണം കൈമാറിയിട്ടുണ്ട് എന്ന് CFO ഉൾപ്പെടെ സ്ഥിരീകരിച്ച സാഹചര്യം അത് ഹൈക്കോടതിയിലടക്കം ED വ്യക്തമാക്കിയിരുന്നു. മാത്രവുമല്ല
ഈ പണമൊക്കെ തന്നെ കൃത്യമായിട്ട് അത് എത്രത്തോളം തുക കൈമാറിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ ഒരു CMRLന്റെ പലവിധ ചെലവ് കണക്കുകളൊക്കെ തന്നെ പെരുപ്പിച്ച് കാട്ടിയിട്ടുണ്ട്. അതായത് സ്ലഡ്ജ് കൈകാര്യം ചെയ്യുന്നതിലാണെങ്കിലും ഗതാഗത അതായത് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള ചെലവുകളിലാണെങ്കിലും വലിയൊരു പെരുപ്പിച്ച് കാട്ടലാണ് CMRL നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നികുതി വെട്ടിച്ച് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കള്ളപ്പണം അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള പണമാണല്ലോ കള്ളപ്പണം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ നികുതി വെട്ടിച്ച 188 കോടിയോളം രൂപ അത് പല തവണയായിട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറി എന്നുള്ളതാണ്. ഇതിൽ വീണ വിജയനിലേക്ക് എത്തുന്നത് 2016 കാലഘട്ടത്തോടനുബന്ധിച്ചാണ്. അതായത് വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായിട്ട് CMRL കരാറിൽ ഏർപ്പെടുന്നു. ആ കരാറിലൂടെ യാതൊരുവിധ സേവനങ്ങളും നൽകാതെ വീണയ്ക്ക് 1.72 കോടി രൂപ നൽകി എന്നുള്ളതായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ അതിന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ഈ 1.72 കോടി രൂപ പിണറായിയുടെ സ്വാധീനത്തിന് വേണ്ടിയിട്ട് നൽകിയ പണം പ്രതിഫലമാണ് എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു വന്ന ആരോപണം. കാരണം ഈ CMRL MD ആയിട്ടുള്ള ശശിധരൻ എസ് കർത്ത നേരത്തെ ആലപ്പുഴയിലും തൃക്കുന്നപ്പുഴയിലും അടക്കം ഈ കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ട് ഭൂമി വലിയ തോതിൽ വാങ്ങിക്കൂട്ടിയിരുന്നു. പക്ഷേ ആ ഭൂമിയൊക്കെ തന്നെ തീരദേശ പരിപാലന ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളതായിരുന്നു. അന്ന് അവിടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉടലെടുത്തിരുന്നു. ആ ഭൂമിയിൽ ഖനനാനുമതി അങ്ങനെ ശശിധരൻ കർത്തയ്ക്ക് ലഭിച്ചില്ല. പിന്നീട് പിണറായി ഈ ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു കത്ത് നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഫലമായിട്ടാണ് വീണയ്ക്ക് ഈ 1.72 കോടി രൂപ CMRL നൽകിയത് എന്നുള്ളതായിരുന്നു ഒരു ആരോപണമായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ കൃത്യമായിട്ട് തെളിയിക്കാൻ നോക്കുകൂലി വാങ്ങിയവരുടെ പട്ടികയിൽ PV യും ഉണ്ടല്ലോ. PV എന്നാണ് ആ ബുക്കിൽ രേഖപ്പെടുത്തിയത്. PV എന്നാൽ പിണറായി വിജയൻ. ഇപ്പൊ പിണറായി വിജയനും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടെത്തൽ EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കമ്പനി MD ആയിട്ടുള്ള ശശിധരൻ കർത്ത നേരത്തെ ആലപ്പുഴയിൽ വാങ്ങിച്ചു കൂട്ടിയ ഭൂമിയിൽ ഖനനാനുമതി ലഭിച്ചില്ലായിരുന്നു. അത് പിന്നീട് പിണറായി വിജയൻ ഇടപെട്ടുകൊണ്ടാണ് ഖനനാനുമതി അപേക്ഷ പുനഃപരിശോധിക്കണം. രേഷ്മയിലേക്ക് ഞാൻ വരാം. CPM